എമ്മിന്റെ അമരക്കാരനായി എം.എ. ബേബി. മധുരയിൽ വെച്ച് നടന്ന 24ാമത് CPIM പാർട്ടി കോൺഗ്രസിന്റേതാണ് തീരുമാനം. EMS നമ്പൂതിരിപ്പാടിന് ശേഷം കേരള ഘടകത്തിൽ നിന്ന് ഈ പദവിയിലേക്ക് എത്തുന്ന രണ്ടാമത്തെ മലയാളി കൂടിയാണ് എം.എ. ബേബി. 84 പേരാണ് കേന്ദ്ര കമ്മിറ്റിയിലുള്ളത്. കേരളത്തിൽ നിന്നുള്ള ജോൺ ബ്രിട്ടാസ് അടക്കം 4 പേർ കേന്ദ്ര കമ്മിറ്റിയിൽ സ്ഥിര ക്ഷണിതാക്കളാവും. അതേസമയം പാനലിനെതിരെ മത്സരിച്ച് DL കരാട് തോറ്റു. 31 വോട്ടുകളാണ് DL കരാടിന് ലഭിച്ചത്. മലപ്പുറം വിദ്വേഷ പരാമർശത്തിൽ വിശദീകരണവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. താൻ പറഞ്ഞത് സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥയെപ്പറ്റിയാണെന്നും തന്റെ സമുദായത്തിന്റെ വികാരവും വിചാരവും ദുഃഖവും മനസ്സിലാക്കണമെന്നും നടേശൻ പറഞ്ഞു. ഈഴവ സമുദായത്തിന് കീഴിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും മലപ്പുറത്തില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മലപ്പുറത്ത് ഒരു അൺഎയ്ഡഡ് കോളേജ് പോലും തങ്ങൾക്ക് കിട്ടിയിട്ടില്ല. മലപ്പുറം മുസ്ലിങ്ങളുടെ ഒരു രാജ്യമല്ല. പരാമർശങ്ങൾ തെറ്റായ രീതിയിൽ വളച്ചൊടിക്കുകയായിരുന്നു. താൻ മുസ്ലിം വിരോധിയല്ലെന്നും ബാബരി മസ്ജിദ് തകർത്തപ്പോൾ SNDP അല്ലേ എതിർത്തതെന്നും വെള്ളാപ്പള്ളി ചോദിച്ചു. തിരുവനന്തപുരം IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ പ്രതിയായ സുഗാന്തിനെതിരെ IB രംഗത്ത്. യുവതിയിൽ നിന്നും സുഗാന്ത് പലതവണ പണം വാങ്ങിയെന്നും ഇത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണെന്നും IB കണ്ടെത്തി. കൂടാതെ വകുപ്പ് തല അന്വേഷണവും സുഗാന്തിനെതിരെ ഉണ്ടായിരിക്കും. അതേസമയം ഇന്നലെ ഇയാൾക്കെതിരെയുള്ള കൂടുതൽ തെളിവുകൾ പോലീസിന് ലഭിച്ചിരുന്നു. മലപ്പുറത്ത് വീട്ടിൽ പ്രസവിച്ച യുവതി മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു പോലീസ്. പെരുമ്പാവൂർ സ്വദേശി അസ്മയാണ് 5ാമത്തെ പ്രസവത്തിൽ മരിച്ചത്. ഇന്നലെ വൈകുന്നേരം 6 മണിയോടെയാണ് വീട്ടിൽ പ്രസവം നടന്നത്. എന്നാൽ യുവതി മരിച്ചത് 9 മണിക്കുമായിരുന്നു. പിന്നീട് യുവതി മരിച്ച കാര്യം ഭർത്താവ് സിറാജുദ്ദീൻ വീട്ടുകാരെ വിളിച്ചറിയിക്കുകയായിരുന്നു. മലപ്പുറത്ത് വാടകയ്ക്ക് താമസിച്ചിരുവർ യുവതിയുടെ വീടായ പെരുമ്പാവൂരിൽ മൃതദേഹം സംസ്കരിക്കാൻ എത്തുകയും തുടർന്ന് ബന്ധുക്കളും അയൽവാസികളും പോലീസിൽ വിവരം അറിയിക്കുകയുമായിരുന്നു. ആംബുലൻസ് ഡ്രൈവറോട് സിറാജ് യുവതിക്ക് ശ്വാസം മുട്ടലാണെന്നാണ് പറഞ്ഞതെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തുടർ നടപടികൾ ഉണ്ടാവുമെന്നും പോലീസ് വ്യക്തമാക്കി. എമ്പുരാൻ സംവിധായകൻ പൃഥ്വിരാജിന് പിന്നാലെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനും ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകി. ലൂസിഫർ, മരക്കാർ അറബിക്കടലിലെ സിംഹം എന്നീ സിനിമകളുടെ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ്. എന്നാൽ എമ്പുരാനുമായി നോട്ടീസിന് ബന്ധമില്ലെന്നും അറിയിച്ചു. 2022 നടന്ന അന്വേഷണത്തിന്റെ തുടർച്ച നടപടിയെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപാലമായ രാമേശ്വരത്തെ പുതിയ പാമ്പൻ റെയിൽപാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. രാമേശ്വരത്തു നിന്ന് താമ്പരത്തേക്കുള്ള പുതിയ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. രാമേശ്വരത്തെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന 110 വർഷം പഴക്കമുള്ള പാലത്തെയാണ് പുനർനിർമ്മിച്ചത്. 99 തൂണുകളോട് കൂടിയ പാലത്തിന് 2.8 കിലോമീറ്ററാണ് നീളം. തടവുകാരായ 11 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ വിട്ടയച്ച് ശ്രീലങ്ക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സ്യത്തൊഴിലാളി പ്രശ്നം മാനുഷിക സമീപനത്തിലൂടെ പരിഹരിക്കണമെന്ന് ആഹ്വാനം ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ശ്രീലങ്കൻ സർക്കാർ ഞായറാഴ്ച 11 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ വിട്ടയച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ വൻ പ്രതിഷേധം. 50 സംസ്ഥാനങ്ങളിലായി 1200-ലധികം കേന്ദ്രങ്ങളിൽ ആളുകൾ സംഘടിച്ചു. കൂട്ടപ്പിരിച്ചുവിടൽ, നാടുകടത്തൽ എന്നിവയിൽ പ്രതിഷേധിച്ചാണ് നീക്കമെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്നലെ അമേരിക്കയിൽ ഉടനീളം ആളുകൾ തെരുവിലിറങ്ങി പ്രതിഷേധം നടത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പൗരാവകാശ സംഘടനകൾ, തൊഴിലാളി യൂണിയനുകൾ, LGBTQ അഭിഭാഷകർ, തിരഞ്ഞെടുപ്പ് പ്രവർത്തകർ എന്നിവരുൾപ്പെടെ 150-ലധികം ഗ്രൂപ്പുകൾ റാലികളെ പിന്തുണച്ചിരുന്നു. ന്യൂമോണിയ ചികിത്സ കഴിഞ്ഞ് ആശുപത്രി വിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടു. ചികിത്സ കഴിഞ്ഞ് 2 ആഴ്ച മുൻപാണ് മാർപ്പാപ്പ ആശുപത്രി വിട്ടത്. ഞായറാഴ്ച രാവിലെ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വീൽചെയറിലാണ് അദ്ദേഹം വിശ്വാസികളെ അഭിസംബോധന ചെയ്തത്. അതേസമയം 5 ആഴ്ചയിലധികം നീണ്ട ചികിത്സയ്ക്ക് ശേഷം റോമിലെ ജെമല്ലി ആശുപത്രിയിൽ നിന്നും അദ്ദേഹം അഭിസംബോധന ചെയ്തിരുന്നു. ശേഷം ആദ്യമായാണ് പോപ്പ് ജനങ്ങൾക്ക് മുൻപിലെത്തുന്നത്. എല്ലാവർക്കും ഞായറാഴ്ച ആശംസകൾ നേരുന്നുവെന്നും നന്ദിയുണ്ടെന്നും മാർപ്പാപ്പ പറഞ്ഞു.